കോഴിക്കോട് മാളിക്കടവ് കൊലപാതകത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ കിട്ടി. കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൊല്ലപ്പെടുന്ന ദിവസം യുവതി സന്ദേശം അയച്ചതായി കണ്ടെത്തി. പ്രതി വൈശാഖനായിരിക്കും മരണത്തിന് ഉത്തരവാദി എന്നായിരുന്നു സന്ദേശം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതിലിപ്പോൾ തെളിവുകളിലേക്ക് കൃത്യമായി പോലീസ് എത്തുകയാണെന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും പ്രതി വൈശാഖൻ ആദ്യം പറഞ്ഞിരുന്നത് രണ്ടുപേരും ചേർന്ന് ആത്മഹത്യ ചെയ്യാനൊരു തീരുമാനമെടുക്കുകയും പിന്നീട് അവിടെ നിന്നും കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഒരിക്കലും ഈ യുവതി ആത്മഹത്യക്ക് സന്നദ്ധമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ വൈശാഖനൊപ്പം ആത്മഹത്യ ചെയ്യാനായി ആയിരുന്നില്ല ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിയതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ലഭിക്കുന്നത്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തിലധികമായി ഇവർ വലിയ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധത്തിൽ കുറച്ച് ഉലച്ചിലുകളുണ്ടായി. ഇതോടെ കല്ലായിലുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഇരുവരും കൗൺസിലിങ്ങിനായി എത്തി എന്നതിൻ്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 20-22 ദിവസങ്ങളിൽ, അതായത് മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇരുവരും ചേർന്ന് ഈ കല്ലായിലെ കൗൺസിലിംഗ് സെന്ററിൽ എത്തുകയും ഈ കൗൺസിലറുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ ആദ്യ ദിനം പോയപ്പോൾ, 20-ാം തീയതി പോയപ്പോൾ തൻ്റെ ഭാര്യ എന്നാണ് ഈ യുവതിയെ പരിചയപ്പെടുത്തിയത്. പക്ഷേ രണ്ടാമത്തെ സിറ്റിങ്ങിനായി കൗൺസിലറുടെ അടുത്തെത്തിയപ്പോൾ ഭാര്യ അല്ല എന്ന ഈ യുവതി തന്നെ കൗൺസിലറോട് പറയുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ചില ഭീഷണികൾ യുവതിക്കുണ്ടായത്. ഇതേ തുടർന്നാണ് താൻ മരിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ വൈശാഖനാണ്, താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ യുവതിയോട് ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വൈശാഖൻ പറഞ്ഞിരിക്കാം എന്ന സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലറോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ യുവതി പഠിക്കുന്ന ഫാഷൻ ഡിസൈനിങ് സെൻ്ററിൽ എത്തി ചില ഭീഷണിപ്പെടുത്തലുകൾ, ചില മുന്നറിയിപ്പുകളൊക്കെ വൈശാഖിൻ്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു ഡയറിക്കുറിപ്പ് രൂപത്തിൽ എഴുതി യുവതി സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ഇന്നലെ തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഈ കൗൺസിലിംഗ് സെൻ്ററിൽ എത്തി തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഇരുവരും ഒത്തുചേർന്നതിൻ്റെ കാര്യങ്ങൾ കൗൺസിലർ വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അയച്ച മെസ്സേജും പോലീസിനെ ഈ കൗൺസിലർ കാണിച്ചിരുന്നു. എന്തായാലും കുറച്ച് നാളുകളായി തന്നെ വൈശാഖിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ജീവന് ഭീഷണി ഉയർന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ യുവതിയുടെ ഈ കൗൺസിലറോട് പറഞ്ഞ വാക്കുകളിൽ നിന്നും. ഒപ്പം ഡയറി കുറിപ്പുകൾ എഴുതി സൂക്ഷിച്ച് തങ്ങൾ ആദ്യ സമയം മുതൽ ഇടപെട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അടക്കം വിശദമായി രേഖപ്പെടുത്തുമ്പോൾ ഇത്തരമൊരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു ഭീഷണി ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 5 ദിവസത്തേക്ക് വൈശാഖനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇന്നലെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലും ഈ കൗൺസിലിംഗ് നടത്തിയ സ്ഥലത്തും ഈ ഉറക്കുഗുളിക വാങ്ങാനുള്ള മെഡിക്കൽ ഷോപ്പിലുമൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ആദ്യ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പോലീസിന് മനസ്സിലാകുന്നത് ഒരു ആത്മഹത്യാ ശ്രമം എന്നതിലുപരി ഉറക്കുഗുളികൾ കൂട്ടത്തോടെ കൊടുത്ത് ഒരു കൊല ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഉണ്ടായത്. പക്ഷേ 10ലധികം ഉറക്കുഗുളികൾ ജ്യൂസിൽ അരച്ച് നൽകിയിട്ടും ഒരു ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് യുവതി എത്തിയില്ല. അതുകൊണ്ടാണ് കെട്ടിത്തൂക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും പ്രതിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്നും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പയ്യന്നൂരിൽ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 10:30 പ്രസ് ക്ലബ്ബിലാണ് വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്നാരോപിച്ച് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.